സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മാർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 16 9 മുതൽ 18 വരെ തിരുവചനങ്ങൾ. ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു ആദ്യം മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഇവളിൽ നിന്നാണ് അവൻ 7 പിശാചുക്കളെ പുറത്താക്കിയത്. അവൾ ചെന്ന് അവനോടുകൂടെ ഉണ്ടായിരുന്നവരെ വിവരമറിയിച്ചു. അവർ ദുഃഖത്തിലാണ്ട് വിലപിച്ചിരിക്കുകയായിരുന്നു. അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൾക്ക് കാണപ്പെട്ടുവെന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല. ഇതിനുശേഷം അവരിൽ 2 പേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ പോയി ബാക്കിയുള്ളവരെ വിവരമറിയിച്ചു. അവരെയും അവർ വിശ്വസിച്ചില്ല. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയിർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. അവർ പുതിയ ഭാഷകൾ സംസാരിക്കും. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. മാരകമായ എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈവയ്ക്കും. അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ഇരിക്കാം. സ്നേഹമുള്ളവരെ, നമ്മൾ ഇപ്പോഴും ഉയർപ്പ് കാലത്തിലാണ്. ഉയർപ്പ് കാലത്തിൽ ആദ്യമേ തന്നെ ഉയർപ്പിൻ്റെ അനുഭവം കിട്ടിയത് ആർക്കാണ് എന്ന് ഇന്ന് നമ്മൾ വായിച്ച സുവിശേഷത്തിലൂടെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെ ഒരു ചിന്ത കുറച്ച് പേർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളാണിത് വിശ്വസിച്ചത് എന്ന് തോന്നുന്നുണ്ട്. നമുക്കറിയാം 3 പേര്, അവരുടെ പേര് ലൂക്കാസ് വിശേഷം 24-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. മഗ്ദലന മറിയം, യോവന്നായും യാക്കോബിൻ്റെ അമ്മയായ മറിയവും അവരോട് കൂടെ ഉണ്ടായിരുന്ന മറ്റ് സ്ത്രീകളും. അപ്പം കുറച്ച് 3 പെണ്ണുങ്ങളുടെ പേര് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. മഗ്ദലന മറിയം, ഇവിടെ മർക്കോസ് മഗ്ദലന മറിയത്തെ വിശേഷിപ്പിക്കുമ്പോൾ പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല. അവൻ 7 പിശാചുക്കളെ പുറത്താക്കിയത് ഇവളിൽ നിന്നാണ്. അപ്പോൾ അത്ര നല്ല ജീവിതശൈലി ഉണ്ടായിരുന്നവളായിരുന്നില്ല മഗ്ദലന മറിയമെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. പിശാച് എന്ന് പറയുമ്പോൾ തലപ്പെട്ട ദോഷങ്ങളുടെ എല്ലാം വിളനിലമായിരുന്നു അവൾ. പക്ഷെ ഒരിക്കൽ യേശു ക്രിസ്തു അവളെ തൊട്ട് അവളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി കഴിഞ്ഞപ്പോൾ പിന്നീട് ആദ്യം ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടെത്താനായിട്ട് അവൾക്ക് സാധിച്ചു. ആദ്യം കാണാൻ പറ്റി. പ്രിയപ്പെട്ടവരെ,
ഇന്നലെ വരെ മരിച്ച അവസ്ഥയിൽ ജീവിച്ചിരുന്ന ആ വ്യക്തി യേശുക്രിസ്തുവിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം അതിനു മുമ്പ് തന്നെ കർത്താവ് മഗ്ദലന മറിയത്തെ ഉയർപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അവളുടെ ആ പഴയ ജീവിത സാഹചര്യങ്ങളിൽ നിന്നെല്ലാം അവൾ മരിച്ച് യേശുക്രിസ്തു പുനരുദ്ധാനം ചെയ്തപ്പോൾ സാക്ഷിയായ അവള് യേശുക്രിസ്തു മരിക്കുന്ന കൂടെ തന്നെയല്ലേ അതിന് യേശുക്രിസ്തുവിൻ്റെ സഹനത്തിലും അസഹനത്തിലുമൊക്കെ നേരത്തെ തന്നെ പങ്കുചേർന്ന് ആ സമയത്ത് അവനോടൊപ്പം മരിച്ച് അവനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടു. യേശുക്രിസ്തുവിലായ ഓരോ വ്യക്തിയും പുതിയ സൃഷ്ടിയാണ് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. പഴയതെല്ലാം കടന്നുപോയി. ഇന്ന് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവന് പിന്നെ പാപം ചെയ്യാൻ പറ്റുകയില്ല. അവന് പാപത്തിൽ അവൻ മരിച്ചവന്. യേശുക്രിസ്തുവിലായിരിക്കുന്ന ഓരോ വ്യക്തിയും പാപത്തിൽ മരിച്ചവനും യേശുക്രിസ്തുവിൽ പുതുജീവൻ പ്രാപിക്കുന്ന വ്യക്തിയുമാണ്. ഇന്നലെ വരെ ഞാൻ ഏതെങ്കിലും തഴക്ക ദോഷങ്ങൾക്ക്, ചിലർ മദ്യപാനത്തിന് അടിമകളായിരിക്കും, യേശുക്രിസ്തുവിനെ എൻ്റെ നാഥനും രക്ഷകനും കർത്താവുമായി ഞാൻ ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച് സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്നിനി എന്നെ ഈ പുകലയോ അല്ലെങ്കിൽ വീഡിയോ മദ്യമോ ഒന്നും എന്നെ കീഴ്പ്പെടുത്താൻ പോന്നതല്ല. യേശുക്രിസ്തു എൻ്റെ ജീവിതത്തെ ഉയർപ്പിച്ചു എന്ന് ഏറ്റുപറയാൻ തക്ക വിശ്വാസം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം ദൈവം തമ്പുരാന് അടയാളങ്ങൾ പ്രവർത്തിക്കുവാനുള്ള കഴിവും തരും. വിശ്വസിക്കുന്ന സകലരോടുകൂടെയും അടയാളങ്ങൾ ഉണ്ടാകുമെന്ന് അവിടുന്ന് പറഞ്ഞത്. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോട് കൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും, അവരുടെ കൂടെ അടയാളങ്ങളും ഉണ്ടായിരിക്കും. ഇന്നിപ്പോൾ നമുക്കറിയാം ഒത്തിരി പേർക്ക് സൗഖ്യം കിട്ടുന്നുണ്ട്. ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലും നമുക്ക് അടയാളങ്ങൾ കാണാൻ സാധിക്കും. ഞാൻ ഓർക്കുക, പെട്ടെന്ന് ഒരിക്കലൊരു വണ്ടിക്ക് ഒരു ചെറിയ ട്രബിള് പറ്റി, ഒന്ന് ചെരിഞ്ഞു. ഉടനെ തന്നെ 3-4 മുസ്ലിം സഹോദരങ്ങളാണ്. അത് മാലാഖമാരാണെന്നാണ് പറയുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെ ഇപ്പം ദൈവമാണ് പരിചയമില്ലാത്ത സ്ഥലത്ത് എൻ്റെ മുമ്പിൽ എത്തിച്ച് നിങ്ങൾ മാലാഖമാർ. അവർക്ക് അത്ഭുതം തോന്നി അച്ഛനിങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ. പ്രിയപ്പെട്ടവര്, നമ്മൾ ഓരോ സാഹചര്യങ്ങളിലും നമ്മളെ സഹായിക്കുവാനായിട്ട് ഒത്തിരി മാലാഖാവൃന്ദങ്ങളെ മനുഷ്യരുടെ രൂപത്തിലൊക്കെ അയച്ചിട്ടുണ്ട്. ചിലപ്പം നമ്മളിൽ തിന്മയുടെ ശക്തി കടന്നു വീഴുമ്പോൾ നമ്മൾ പിശാചുക്കളാകാം, നമ്മൾ മാലാഖമാരുമായിട്ട് മാറാം. യേശുക്രിസ്തുവിൻ്റെ ചൈതന്യം നിറഞ്ഞ വ്യക്തികളായി നിരന്തരമായി കാവൽ മാലാഖമാരോടും ആ മാലാഖമാരോടും കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം അനുഗ്രഹമായിട്ട് മാറും. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പം നമ്മൾ വീട്ടിൽ അനുഗ്രഹമായി മാറും, നമ്മൾ നാടിന് അനുഗ്രഹമായി മാറും. ഇവിടെ ആദ്യം ജപമാല ചൊല്ലിപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ അനുഗ്രഹമാകാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ ഓരോരുത്തരും. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതം അനുഗ്രഹമായി മാറണം. അതാണ് പറഞ്ഞത്, വിശ്വസിക്കുന്നവരുടെ കൂടെ അടയാളങ്ങളുണ്ടായിരിക്കും. അവർ പിശാചുക്കളെ ബഹിഷ്കരിക്കും. നമ്മൾ വിചാരിക്കും ഈ പിശാചിനെ ആരും അധികമൊന്നും കാണാറില്ല. നമ്മുടെയൊക്കെ ചിത്രത്തിൽ ചിലപ്പം പിശാചെന്ന് പറയുമ്പം കറുത്ത് വലിയ വക്കീലന്മാരുടെ കോട്ട് പോലെ കോട്ടുമൊക്കെ ഇട്ട് 2 കൊമ്പുമൊക്കെ വെച്ച് കണ്ടാൽ ആകമാനം പൈത്യം പിടിച്ച് ആകെ ഒരു പൈകൃത രൂപമായിരിക്കും. പക്ഷേ ദൈവവചനത്തിൽ പറയുന്നുണ്ട്, പിശാച് നല്ല വേഷം കെട്ടുകാരനാണ്, അവൻ മാലാഖയുടെ രൂപത്തിൽ പോലും പ്രത്യക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പം പിശാച് നല്ല വേഷം കെട്ടുകാരനാണ്, അവൻ പല രൂപത്തിലും പ്രത്യക്ഷപ്പെടും. അത് തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാകണം. പിശാച് വന്നു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും കൂട്ടിയോജിപ്പിക്കാൻ ഇഷ്ടപ്പെടുകയില്ല. എവിടെയെങ്കിലും ഭിന്നത വിതച്ചിട്ടേ അവൻ പോവുള്ളൂ. അവരെന്തെങ്കിലും കണ്ടേച്ച് എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞ് ആളുകളെ തമ്മിൽ തെറ്റിച്ച് തകർച്ച ഉണ്ടാക്കിയിട്ട് പോകും. ചിലർ വീട്ടിൽ വന്ന് രോഗി സന്ദർശനത്തിനായിട്ടാണേലും പരിശുദ്ധാത്മാവില്ലാതെ കയറി വന്നു, അയ്യോ ക്യാൻസർ പിടിച്ചോ,
ഇനിയിപ്പോൾ ഉടനെ മരണമൊക്കെ സംഭവിക്കുമായിരിക്കും അല്ലേ എന്ന് ആ രോഗിയുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ളവർ ദൈവകൃപയില്ലെങ്കിൽ രോഗി സന്ദർശനത്തിന് പോയാൽ തന്നെ അപകടമാണ്. പക്ഷേ അവർക്ക് ഈ കർത്താവിൻ്റെ നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശ്വാസത്തിൻ്റെ വചനവുമായിട്ട് അവിടെ കടന്നു ചെന്നാൽ അവർ നാളെ മരിക്കുകയാണെങ്കിൽ പോലും, ഇന്നലെ അവർ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം ത്രസിച്ചുകൊണ്ടാണ് ഇരുന്നത്. ദൈവവചനം കേൾക്കുന്ന ഓരോരുത്തരിലും ഈ വലിയ ത്രസിപ്പ്, ഹൃദയത്തിൽ ഒരു ഉൾപ്പുളകമുണ്ടാകും. അതാണ് അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ നമ്മളൊക്കെ ശക്തി നേടണം. പിശാചുക്കളെ കൊണ്ട് നടക്കുന്നവരാകരുത്. പിശാചുക്കളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബഹിഷ്കരിക്കണം. പിന്നെ നമ്മൾ ഓർക്കണം, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. ഇത് ബൈബിള് കേട്ടേച്ച് പാമ്പ് വേലായുധൻ്റെ പണിക്ക് നമ്മൾ പോയാൽ പാമ്പ് കടിക്കും കേട്ടോ. ആരെങ്കിലും സർപ്പങ്ങളെ കയ്യിലെടുക്കും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് കടിച്ചെന്നിരിക്കും. അവൻ്റെ സ്വഭാവം അതാണ്. പക്ഷേ ദൈവവചനം പറയുന്നത് സാധാരണ പാമ്പുകളെ കയ്യിലെടുക്കാനല്ല. മനുഷ്യൻ, പാമ്പിൻ്റെ സ്വഭാവമുള്ള മനുഷ്യരുണ്ട്. അവന് എപ്പോഴും മറ്റുള്ളവരെ കൊത്തിക്കൊണ്ട് നടക്കും. അങ്ങനെയുള്ള മനുഷ്യരെ ദൈവവചനത്തിൻ്റെ ആ ശക്തി നിറഞ്ഞ മനുഷ്യർ അവരുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പം ഇവർ വളരെ വേലായുധനെ, പാമ്പ് വേലായുധനല്ലെങ്കിൽ നമ്മുടെ ഇവിടെ പറയുന്നൊരു ശൈലിയാണ്, അദ്ദേഹത്തിനെ കയ്യിലെടുക്കുന്നത് പോലെ ഈ വിധത്തിൽ മനുഷ്യരെ തകർത്തുകൊണ്ടിരിക്കുന്ന, അസമാധാനം വിതച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ, ദൈവകൃപ നിറഞ്ഞ വ്യക്തികളെ കയ്യിലെടുക്കും. പിന്നെ മാരകമായി എന്ത് കുടിച്ചാലും അവർ അത് ഉപദ്രവിക്കുകയില്ല. എന്ന് വെച്ച് ഏതെങ്കിലും വിഷക്കുപ്പിയിലിരിക്കുന്ന വിഷം കുടിച്ചാൽ, ഇന്നിവിടെ നേരത്തെ പറയുന്നത് ആത്മഹത്യ ഉണ്ടാകുകയില്ലെന്നാണ്. വിഷം കുടിച്ചാൽ ചാകുകയില്ലെന്നല്ല. നമുക്കറിയാം, മറ്റുള്ളവരിപ്പോൾ എന്നോട് എന്തെങ്കിലും ഒരു ചീത്ത വർത്തമാനം കേട്ടാൽ പിന്നെ എൻ്റെ മുഖം അങ്ങ് വാടി. നമ്മളെല്ലാം അങ്ങനെയാണ്. നമുക്കെപ്പോഴും നല്ലത് കേൾക്കാനാണ് ഇഷ്ടം. ഞാൻ മോശമാണെങ്കിൽ പോലും എന്നെപ്പറ്റി മറ്റുള്ളവരെപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ദൈവകൃപയും പരിശുദ്ധാത്മാവും നിറഞ്ഞ വ്യക്തികളെ ഇപ്പോൾ തെറി പറഞ്ഞാലും അവർക്കറിയാം, ഞാൻ യേശുവിൻ്റെ ശക്തി അതായിരുന്നു. സാധാരണഗതി മനുഷ്യൻ്റെ എല്ലാം പ്രത്യേകതയാ, വേദനിക്കുമ്പോൾ ഉള്ളിൽ ശരിക്കും നമ്മളെ ഒന്ന് തൊട്ട് കുത്തിക്കഴിയുമ്പോൾ നമ്മുടെ മുഖഭാവം എല്ലാം മാറും. അതുവരെ വലിയ പുണ്യാളനായിരിക്കുന്ന ആള് ചിലപ്പോൾ എൻ്റെ ജീവിതത്തെ സ്പർശിക്കുന്ന, എൻ്റെ പച്ചമാംസത്തെ തൊട്ടൊരു കുത്ത് കിട്ടിക്കഴിയുമ്പം നമ്മൾ തെറി പറയാൻ തുടങ്ങും. പക്ഷേ യേശു നമുക്കറിയാം, കുരിശെ കിടന്നുകൊണ്ട്, വേദനയുടെ പാരമ്യത്തിൽ കിടന്നുകൊണ്ട് ശപിക്കുകയല്ല. സാധാരണ കുരിശെ കിടക്കുന്നവരുടെ ശാപം കേൾക്കാൻ പറ്റുകയല്ലാത്തതുകൊണ്ട് അവരുടെ നാക്ക് മുറിച്ചു കളയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, കുരിശെ കള്ളന്മാരെ തൂക്കിക്കൊല്ലുമ്പോൾ അവരുടെ നാവ് മുറിച്ചു കളയും. പക്ഷേ യേശു ഇങ്ങനെ ചീത്ത പറയുമോ എന്നറിയാൻ വേണ്ടി താഴെ കുറേ പേര്, ഇന്നാണെങ്കിൽ മൊബൈൽ ഫോണൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യാൻ നിൽക്കും. പക്ഷേ അന്ന് ശ്രദ്ധിച്ചുകൊണ്ട് കുറേ പേര് നിൽപ്പുണ്ട്. പക്ഷേ അപ്പോൾ കേക്ക്, പിതാവേ ഇവരോട് ക്ഷമിക്കണേ, പിതാവേ ഇവരോട് ക്ഷമിക്കണേ എന്നുള്ള പ്രാർത്ഥന. പെട്ടെന്നൊരു കള്ളനില് ഇടിവെട്ടി, ചങ്കേല് ഒരു കുത്തുകൊണ്ടു. അവന്റെ ഹൃദയത്തിൽ മാനസാന്തര അനുഭവം ഉണ്ടായി. അന്ന് വരെ എല്ലാവരെയും തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ. പക്ഷെ ചിലർ കേൾക്കുകയില്ല. പിശാച് ബാധിച്ച ഒരു മനുഷ്യൻ സഹിച്ചുകൊണ്ടിരുന്നു. അവൻ പറഞ്ഞു, നീ ഒന്നിറങ്ങി വന്നേ, കുരിശൊന്നിറങ്ങിക്കേ, ഞങ്ങളെ രക്ഷിച്ചേ, നീയും രക്ഷപ്പെട്, അപ്പം ഞങ്ങൾ നിന്റെ അനുയായിയായിട്ട് വരാം. ഇല്ല, കർത്താവ് കുരിശെന്ന് ഇറങ്ങി വന്നിട്ട് രക്ഷിച്ചിട്ടങ്ങ് വിശ്വസിപ്പിച്ച് കളയാവുന്ന മാന്ത്രിക വിലയൊന്നുമില്ല. ഈ കുരിശെ കിടന്നുകൊണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരുത്തൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി. അവന് മനസ്സിലായി, ഇവൻ ചുമ്മാ സഹിക്കുന്നവനല്ല, അവന് ഏതോ ഒരു ലോകത്തിൽ നിന്ന് വന്നവനാ, പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് വന്നവനാ.
അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, പിതാവേ, നീ നിന്റെ രാജ്യത്തിലാകുമ്പോൾ എന്നെയും കൂടെ ഓർക്കണേ. അപ്പം തന്നെ ഉത്തരം കിട്ടി, നീ എന്നോട് കൂടെ പ്രതീക്ഷയിലായിരിക്കും. അവനും പുതിയ ഭാഷ സംസാരിക്കാൻ പറ്റി. ഇന്നലെ വരെ തെറി പറഞ്ഞുകൊണ്ടിരുന്നവന് ഇന്ന് ദൈവത്തിൻ്റെ ഭാഷ, പ്രാർത്ഥനയുടെ ഭാഷ കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നമ്മളിലൊക്കെ മാറ്റം വരും. ദൈവം എപ്പം ആരെയെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അവൻ്റെ അധരങ്ങളിൽ ഒരു കുരിശ് വരച്ച് അവനെ മാറ്റിയിരിക്കും. ഇന്നലെ ചീത്ത പറഞ്ഞവന് ഇനി പുതിയ സൃഷ്ടിയായി മാറി. അവന് നല്ല വാക്കുച്ചരിക്കാൻ തുടങ്ങും. അവൻ പുതിയ ഭാഷ സംസാരിക്കുന്നതാ. വീട്ടിലൊക്കെ പറയല്ലേ, ചിലപ്പോൾ നമുക്കറിയാം, ഓരോ വീട്ടിലും ഈ അപ്പന് ഞങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവ് പറയുന്നത് മനസ്സിലാകുന്നില്ല, കാര്യവും മലയാളം പറയുന്നെങ്കിലും മനസ്സിലാകുന്നില്ല. പരിശുദ്ധാത്മാവിനെ കിട്ടാത്തതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ. നിരന്തരമായി നല്ല ഭാഷ കിട്ടണം, പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ. അങ്ങനെയൊക്കെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ആരെന്നെ പറഞ്ഞാലും, ഈ ശക്തി കിട്ടിയവർക്ക് അവരെ പൊക്കി പറഞ്ഞാലും, എത്ര പുകഴ്ത്തിയാലും കുഴപ്പമില്ല, എത്ര ഇകഴ്ത്തിയാലും കുഴപ്പമില്ല, അവർക്ക് എല്ലാ മഹത്വവും സ്തുതിയും ദൈവത്തിന്. എല്ലാ തകർച്ചയുണ്ടായാലും അത് തമ്പുരാന് കൊടുത്തേക്കും. ഇതൊന്നും എൻ്റേതല്ല. പുകഴ്ചയുണ്ടായാലും അവിടുത്തേത്, ഇകഴ്ത്തലുണ്ടായാലും അവിടുത്തേത്. ഇത് പറയാനായിട്ടുള്ള മനസ്സ് വലിയ കൃപയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെയൊക്കെ കൃപ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവുള്ളവരായിട്ട് മാറും. ഇത് മാറണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്ന. വീട്ടിലേക്ക് കയറി ചെന്ന്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ പനി വിട്ടുപോകട്ടെ, പോയിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശക്തി ദൈവത്തിന്റെ ശക്തിയാ. ഇത് പാവപ്പെട്ട ഈ ചാണ്ടി അച്ഛൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയല്ല, നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തി. എന്നിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും ഞാൻ ചെയ്യുന്ന അതേ പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ട് അതിനേക്കാളും വലിയ പ്രവൃത്തികൾ ചെയ്യും. ഓരോ ക്രൈസ്തവനും അത്ഭുത പ്രവർത്തകയായിട്ട് മാറേണ്ടവരാ. പ്രിയപ്പെട്ടവരെ, നിരന്തരം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ലോകത്തിന്റെ എല്ലാ അതിർത്തിയിലും യേശുവിന്റെ സുവിശേഷം എത്തിക്കുന്ന ശക്തിയുടെ അടയാളങ്ങളായി നമ്മളൊക്കെ മാറ്റപ്പെടണം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ എപ്പോഴും കൊണ്ട് നടക്കട്ടെ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി. ഞാൻ അടുക്കളയിൽ പണിയെടുക്കുമ്പോഴും ഭക്ഷണം പാകം ചെയ്യുമ്പോഴും രോഗികളെ ശുശ്രൂഷിക്കുമ്പോഴും എന്തു ചെയ്താലും എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി. ആ വിധത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പം നിങ്ങൾക്കെല്ലാം വരങ്ങൾ കിട്ടാൻ തുടങ്ങും. ഒത്തിരി അനുഗ്രഹങ്ങൾ. ഞാനൊരു അനുഗ്രഹമായി തീരും. അബ്രാഹത്തെ ആശീർവദിച്ചതുപോലെ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മകനെ, മകളെ, നീ ഒരു അനുഗ്രഹമാണ് എന്ന് ദൈവം നമ്മെ നോക്കി പറയും. നമുക്ക് അനുഗ്രഹമാകാം. ലോകത്തിന് മുഴുവൻ അനുഗ്രഹമാകുന്ന വ്യക്തികൾ